ഹായ് ഓൾ, നമുക്കിന്ന് സെറ്റ് കെമിസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെടാം. ചോദ്യം നോക്കിക്കേ. വാട്ട് ഹാപ്പൻസ് ഇഫ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് എ സോൾട്ട് എക്സീഡ്സ് ഇറ്റ്സ് സോലബിലിറ്റി പ്രോഡക്റ്റ്? ഓക്കെ, അപ്പൊ അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനെ കാട്ടിൽ എക്സീഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? സൊല്യൂഷൻ ബിക്കംസ് ഹോമോജീനിയസ്, സൊല്യൂഷൻ റിമൈൻസ് അൺസാച്ചുറേറ്റഡ്, സൊല്യൂഷൻ ബിക്കം സൂപ്പർ സാച്ചുറേറ്റഡ്, സൊല്യൂഷൻസ് ബിക്കം സാച്ചുറേറ്റഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോലബിലിറ്റി പ്രോഡക്റ്റും അയോണിക് പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയണം. ഓക്കെ, അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്: ഇഫ് അയോണിക് പ്രോഡക്റ്റ് ഈസ് ലെസ് ദാൻ സോലബിലിറ്റി പ്രോഡക്റ്റ്. ഓക്കെ, അയോണിക് പ്രോഡക്റ്റ് ലെസ് ദാൻ സോലബിലിറ്റി പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ പ്രസിപ്പിറ്റേഷൻസ് ഒന്നും സംഭവിക്കത്തില്ല. അതേപോലെ അയോണിക് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു സോലബിലിറ്റി പ്രോഡക്റ്റ് ആവുന്ന സമയത്തും പ്രസിപ്പിറ്റേഷൻ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. അതേസമയം അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനെക്കാട്ടിൽ എക്സീഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? പ്രസിപ്പിറ്റേഷൻ സംഭവിക്കും. ഓക്കെ, ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് അയോണിക് പ്രോഡക്റ്റ് ലെസ് ദാൻ സോലബിലിറ്റി പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അയോണിക് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു സോലബിലിറ്റി പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അയോണിക് പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ സോലബിലിറ്റി പ്രോഡക്റ്റ് അറ്റൈൻ ചെയ്യുന്നത്? നോക്കിക്കേ, അത് സൂചിപ്പിക്കുന്ന ഒരു ടേബിൾ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സൊല്യൂഷൻ അൺസാച്ചുറേറ്റഡ് ആവുന്ന സമയത്താണ് അയോണിക് പ്രോഡക്റ്റ് ലെസ് ദാൻ സോലബിലിറ്റി പ്രോഡക്റ്റ് ആവുന്നത്. അങ്ങനെ അവസരത്തിൽ പ്രസിപ്പിറ്റേഷൻസ് ഒന്നും തന്നെ ഫോം ചെയ്യത്തില്ല. ഇനി എപ്പോഴാണ് അയോണിക് പ്രോഡക്റ്റും സോലബിലിറ്റി പ്രോഡക്റ്റും ഈക്വൽ ആവുന്നത്? സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആവുന്ന സമയത്താണ് അയോണിക് പ്രോഡക്റ്റും സോലബിലിറ്റി പ്രോഡക്റ്റും ഈക്വൽ ആവുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിലും പ്രസിപ്പിറ്റേഷൻസ് ഒന്നും ഫോം ചെയ്യത്തില്ല. ഇനി എപ്പോഴാണ് അയോണിക് പ്രോഡക്റ്റ് എക്സീഡ് ചെയ്യുന്നത്? സൊല്യൂഷൻ സൂപ്പർ സാച്ചുറേറ്റഡ് ആവുമ്പോഴാണ് അയോണിക് പ്രോഡക്റ്റ് എക്സീഡ് സോലബിലിറ്റി പ്രോഡക്റ്റ്. ആൻഡ് അങ്ങനെയുള്ള അവസരത്തിലാണ് നമുക്ക് പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ചോദ്യം ചോദിച്ചിരുന്നത് അതായിരുന്നു: എപ്പോഴാണ് അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനെക്കാട്ടിൽ എക്സീഡഡ് ആവുന്നത്? എപ്പോഴാണ്? സൊല്യൂഷൻസ് ബിക്കം സൂപ്പർ സാച്ചുറേറ്റഡ്. ഓക്കെ, താങ്ക് യു.